Good afternoon, everyone. Good afternoon, ma'am. Good afternoon. Okay. Strength വളരെ കുറവാണല്ലോ. ക്ലാസ്സിൽ ആരുമില്ല? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇന്നലെയും കുറവായിരുന്നു മിസ്സേ. ആണോ? ഓക്കെ. ഈ പെരുന്നാൾ ആയതുകൊണ്ടാണോ? ആണോ? ആവാൻ ചാൻസ് ഉണ്ട്. കാരണം പെരുന്നാൾ അടുത്തില്ലേ, അപ്പൊ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്ക്. Okay. Yes. So, start ചെയ്യാം നമുക്ക്. With prayer, Thursday and sign. Okay. Let's start now. ഓക്കെ, ട്രൈ ചെയ്യാൻ ചൊല്ലാം മിസ്. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. Okay, thank you, ma'am. Yeah. Okay. Next, Thursday and signing. ഞാൻ തന്നെ ജെയിംസേ. Honesty is the best policy. Signed by Rishana. മാം തോട്ട് ഓഫ് ദി ഡേയിൽ അബ്ദുൽ കലാമിനെ കുറിച്ച് കുറച്ച് സെന്റൻസ് പറയാം. Good afternoon all. Aim for the moon if not the Mars. Aim for the stars but avoid wars. Aim for the frontiers without a fence. Aim for world peace coexistence. Aim for the children who have a dream. Aim for good youth with smile to be beam. Aim for stronger India. Aim for the world that's terror free. Thank you, ma'am. Okay. Yeah. So, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിരുന്നു അത് ആർട്ടിക്കിൾ? മിസ്സേ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. ഞാൻ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ഇന്നലെ പറഞ്ഞ 27 അതുകൊണ്ട് ടൈം കിട്ടിയിരുന്നില്ല. ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചു. ആരെങ്കിലും ഫുൾ ആയിട്ട് നോക്കിയെങ്കിൽ അവർ പ്രസന്റ് ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ. ആരെങ്കിലും നോക്കിയിരുന്നോ? ആരെങ്കിലും? ഇല്ല. ഇല്ല എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു മിസ്സേ. സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ കുറച്ച് ഭാഗമേ നോക്കിയുള്ളൂ, ബാക്കിയൊന്ന് മിസ് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ആർട്ടിക്കിൾസ് ആണ് മിസ് നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല, വേറെ അല്ലല്ലോ, ആർട്ടിക്കിൾ അല്ലേ നോക്കി വരാൻ പറയുന്നത്? അതെ, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷ് ഗ്രാമറിലെ 3 വാക്കുകളാണ്, പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ച് കാണലുണ്ട് അല്ലേ? എ ആൻഡ് ദ. ഈ 3 വേർഡുകളാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ് ഈ എ എന്നുള്ളതും ആൻ, അതുപോലെ ദ. എ എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആനും എയും ഒരേ അർത്ഥമാണ്, ഒരു. പക്ഷെ നമ്മൾ ഉപയോഗിക്കുക പല ഭാഗങ്ങളിലായിട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എ പെൻ, എ റൂം, എ സ്കൂൾ, എ ക്ലാസ്, എ മേൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അംബർലനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആൻ അംബർല എന്നല്ലേ പറയാ, എ അംബർല എന്ന് പറയാറില്ലല്ലോ. അപ്പൊ അതാണ് എയും ആനും ചില എന്താ പറയാ നിയമപ്രകാരമാണ് നമ്മൾ എയും ആനും ഉപയോഗിക്കുക. അപ്പൊ അവിടെ എന്താ നമ്മൾ നോക്കേണ്ടത് വെച്ചാല്, ഈ അംബർല എന്ന് പറയുമ്പോ അതുപോലെ ആൻ എലിഫന്റ് എന്ന് പറയാ, ആൻ ഓറഞ്ച് എന്നാ പറയാ. അപ്പൊ അതിലൊക്കെ വരുന്ന ഫസ്റ്റ് നോക്കിയാൽ മതി. കാരണം യു, അതുപോലെ ഇ, ഓ, ഇതൊക്കെ വോവൽസ് ആണ്. എ ഐ ഇ ഒ യു എന്നുള്ളത് വോവൽസ് ആണ്. അപ്പൊ വോവൽസിന്റെ കൂടെയാണ് നമ്മൾ ആൻ എന്നുള്ളത് ചേർക്കുക. ആൻ എന്നുള്ളത് ചേർക്കുമ്പോൾ വോവൽസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും. അപ്പൊ നമ്മൾ യൂറോപ്യൻ അല്ലെങ്കിൽ എന്താ പറയാ യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ എ യൂറോപ്യൻ എന്ന് പറയാറില്ല. അതുപോലെ എ യൂണിയൻ എന്നും എൻ യൂണിയൻ എന്ന് പറയാറില്ല. എ യൂണിയനെ പറയാറുള്ളൂ, എ യൂറോപ്യനെ പറയാറുള്ളൂ. അപ്പൊ നമ്മൾക്കൊരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് എ കഴിഞ്ഞിട്ട് യൂണിയൻ വരുമ്പോ യു അല്ലേ വരുന്നത്?
അവിടെ എന്താണ് ആന് യൂസ് ചെയ്യാത്തത് എന്നൊരു ഡൗട്ട് വരും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വവൽസിന്റെ കൂടെ തന്നെയാണ് ആന് യൂസ് ചെയ്യുക. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ, അതായത് നമ്മള് സൗണ്ട് അവിടെ നോക്കും. അതായത് ഇപ്പൊ അംബർല എന്ന് പറയുമ്പോഴും അതുപോലെ എലിഫന്റ് എന്ന് പറയുമ്പോഴും പറയുന്ന പോലെ അല്ലല്ലോ യു എന്നുള്ളൊരു, യൂറോപ്പ് എന്ന് പറയുമ്പോൾ യു എന്നുള്ളൊരു സൗണ്ടാണ് അവിടെ വരുന്നത്. അതുപോലെ യൂണിയൻക്കൊക്കെ യു ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സൗണ്ട് നോക്കിയിട്ടാണ് ചിലതില് മാറ്റം വരുന്നത്. പിന്നെ ഈ എന്ന് ഉപയോഗിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിലാണ്, ആൻ ഉപയോഗിക്കുന്നത് വോവൽസിലാണ്, സ്വരാക്ഷരങ്ങളിലാണ്. അപ്പൊ ഇതാണ് എയും ആനും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറയുമ്പോൾ പിന്നെ പെൻ, അതുപോലെ റൂം, അതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. നേരെ മറിച്ച് അംബർല, എലിഫന്റ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വരാക്ഷര വോവൽസ് ആണ്. AIEOU വരുന്ന വോവൽസിന്റെ കൂടെയാണ് ആൻ യൂസ് ചെയ്യുക. അതല്ലാത്ത ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ കൂടെ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ ചില വേർഡുകളിൽ നമ്മൾ ആൻ യൂസ് ചെയ്യാറില്ല. എ യൂണിയൻ, ഉദാഹരണമാണ് എ യൂണിയൻ, എ യൂറോപ്യൻ. യൂറോപ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇ ആണ് ഫസ്റ്റ് വരുന്നത്, യൂണിയനിൽ യു ആണ് ഫസ്റ്റ് വരുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഏത് സൗണ്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതാണ് എയും ആനും തമ്മിലുള്ള വ്യത്യാസം. എയും ആൻ എന്ന് പറയുന്നത് ആർട്ടിക്കിളിൽ പെട്ടതാണ്. പിന്നെ വരുന്നത് ദ എന്നുള്ള ആ ഒരു വേർഡാണ്. ദ എന്നുള്ളതാണ് അടുത്ത ആർട്ടിക്കിൾ. അത് മൂന്നുമാണ് ആർട്ടിക്കിൾ. ദ എന്നുള്ളതിന്റെ ഞാൻ നോക്കിയിട്ടില്ല മിസ്, അതുണ്ടാന്ന് മിസ് പറഞ്ഞു തരണം. Okay. Just നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് നോക്കാം. Yeah. Just wait a second. Okay. ഇപ്പോ നോക്കിയേ, സ്ക്രീനോട് നോക്കാം. ഏതൊക്കെ ചാപ്റ്റർ കവർ ചെയ്തു എന്നുള്ളത് ഒരു ധാരണ. ഓക്കെ, ഫസ്റ്റ് 22 നൗൺ ആൻഡ് പ്രോണൗൺ കംപ്ലീറ്റഡ് ആണ്, അറിയാലോ. 10 verb സിസ്റ്റം, ടെൻസ്, അതിൽ പിന്നീടുള്ള ആർട്ടിക്കിൾ. ഓക്കെ, നമ്മളിപ്പോ നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ്, നൗൺ ആൻഡ് verb. ഓക്കെ, കംപ്ലീറ്റഡ് ആണ്. preposition, their speech, participle കംപ്ലീറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ? ഇതില് ആർട്ടിക്കിൾ ആൻഡ് കോൺകേർഡ് സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരണം. ഓക്കെ, മസ്റ്റ് ആണ് കേട്ടോ, ചെയ്തിട്ട് വരും. സിമ്പിൾ ആണ്, വലിയ ഒരുപാട് നമ്മൾ അധികാരികമായി പഠിക്കേണ്ടതൊന്നുമില്ല, വളരെ സിമ്പിൾ. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ അത്രയും പോർഷൻസ് കവർ ആവും. പിന്നെ ഉള്ളത് 9th ചാപ്റ്റർ ആണ്, കണ്ടീഷണൽ സെന്റൻസ്. അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതില് കുറച്ചുകൂടെ മെയിൻ ആയിട്ടുള്ളത്, ഇനി എടുക്കാൻ മെയിൻ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ നിങ്ങൾ നോക്കിയിട്ട് വരാം. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ എന്തായാലും എടുക്കും, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എടുക്കുന്നത്? അല്ലല്ല, ഇന്നൊന്നും എടുത്തിട്ടില്ല. അല്ല മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ അല്ലേ എടുത്തിരുന്നത്? ആർട്ടിക്കിൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. കുറച്ച് നോക്കിയേ ഉള്ളൂ, ആരും വേറെ ആരും നോക്കിയിട്ടില്ല. അങ്ങോട്ടൊക്കെ നോക്കിയിരുന്നോ? യെസ് മാം. അത് ഈസി അല്ലേ മാം ആർട്ടിക്കിൾ? ഈസിയാണ്, അതുകൊണ്ടാ ചോദിച്ചത്. നോക്കിയിരുന്നോ? ക്ലാസ്സിലൊക്കെ നോക്ക്. എന്നിട്ട് ഭാഗം പറഞ്ഞത് എന്നുള്ള നോക്കിയിട്ടുണ്ട്. വരുന്ന ഭാഗം ഒന്ന് പറഞ്ഞുതരും. യൂസ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ദ യൂണിവേഴ്സൽ ട്രൂത്തിന്റെ മുമ്പിലൊക്കെ ദ ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദ സ്കൈ, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലോ. സ്കൈ, മൂൺ, സ്റ്റാർ, പിന്നെ ഗംഗ, റിവേഴ്സിന് മുമ്പിൽ ഗംഗ, നർമ്മദ, പിന്നെ പറയണ നമ്മളെ താജ്മഹൽ, ദ റെഡ് ഫോർട്ട്, ദ സൺ ടെമ്പിൾ, അങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്തിന് മുമ്പിലൊക്കെ ദ ആണ് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ പറയാൻ. ദാനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മള് ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ, ഇപ്പൊ കേക്ക്, മദർ ബേക്ക്ഡ് കേക്ക് യെസ്റ്റർഡേ. അപ്പൊ കേക്കിന്റെ മുമ്പിൽ കേക്ക്, CAKE കോൺസ്റ്റൻസ് ആണല്ലോ സി. അപ്പൊ എ യൂസ് ചെയ്യും. എ കേക്ക് യെസ്റ്റർഡേ എന്ന് പറയും. പക്ഷെ ആ കേക്കിനെ കുറിച്ച് തന്നെ നെക്സ്റ്റ് സെന്റൻസിൽ ആ കേക്ക് വെരി സ്വീറ്റ് ആണ്, വെരി ഡിലീഷ്യസ് എന്നാണ് പറയുമ്പോൾ അതിന്റെ മുമ്പിൽ ദാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, എത്രയേ ഉള്ളൂ. ഇപ്പം ഒരു 2 സെന്റൻസിൽ തന്നെ ഒരു കാര്യത്തിനെ കുറിച്ച്, ഇപ്പൊ എലഫന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് എഗെയിൻ എലഫന്റിനെ കുറിച്ച് പറയുകയാണെങ്കിലാണ് ദാ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ 26 ആൽഫബറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ AEIOU 5 വവൽസ്, ബാക്കി 21 ലെറ്റേഴ്സും കോൺസണൻസ് തന്നെയാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ ഏത് വാക്ക് വന്നാലും ഏ തന്നെയാണ് യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ അംബർല, അവർ പറയുമ്പോൾ പ്രൊനൗൺസിയേഷനിൽ ആ ആണ് യൂസ് ചെയ്യണം. പക്ഷെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുമ്പോൾ യു അല്ലേ വരിക, H അല്ലേ. അവർ, അംബർല, യു അല്ല അംബർല. അപ്പൊ അംബർല എന്ന് പറയും. അവർ എന്ന് പറയുമ്പോൾ ആ ആണ് യൂസ് ചെയ്യണത്. പക്ഷെ H ആയതുകൊണ്ട് എ അവർ. അങ്ങനല്ല മാം, എത്തിയോ? ഇവിടെ ദ യൂസ് ചെയ്യുമ്പോൾ സംടൈംസ് പെർട്ടിക്കുലർ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. ഒരു പെർട്ടിക്കുലർ ഒരു എന്തിനെങ്കിലും കുറിച്ച് നമ്മളിപ്പോ ദ എലിഫന്റ് എന്ന് പറയുമ്പോൾ ആൻ എലിഫന്റ് എന്ന് പറഞ്ഞ ഒരു എലിഫന്റിനെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ദ എന്ന് പറയുമ്പോൾ ദ ഹോൾ എലിഫന്റിനെ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ദ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാടില്ല കേട്ടോ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. അല്ലാതെ പിന്നെ നമ്മള് നൗണിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ? നൗണ് വന്നു കഴിഞ്ഞ് പിന്നെ അതിനെ കുറിച്ച് പറയുമ്പോ നമ്മള് ഇപ്പൊ റീനനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മള് റീന എന്ന് പറയാതെ ഷീ പറയൂലേ? അതുപോലെ നമ്മള് ഈ ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ ആൻ എന്ന് പറയുന്നതിന് പകരം പിന്നെ ദാ യൂസ് ചെയ്താൽ മതിയോ? അങ്ങനെയല്ലല്ലോ മിസ്സേ. ആനന്ന് എലിഫന്റ് എന്ന് പറഞ്ഞാലും ദ എലിഫന്റ് എന്ന് തന്നെ പറയണ്ടേ? ദാ കൊണ്ട് അവിടെ അങ്ങ് എലിഫന്റിന്റെ ആന് പറഞ്ഞതിന് ശേഷം ആൻ എലിഫന്റ് യൂസ് ചെയ്തിട്ട് ദാ പറയുമ്പോ ആ എലിഫന്റ് എന്ന് തന്നെ പറയണ്ടേ? ഓക്കെ, ഞാൻ പറഞ്ഞത് ഇപ്പോ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ബിഗ് അനിമൽ പറയുമ്പോൾ ആൻ എലിഫന്റ് ഇസ് എ ബിഗ് അനിമൽ എന്ന് പറയുമ്പോൾ ഓക്കെ, അത് ഒരു എലിഫന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് വരും. നല്ല അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ട്, നോക്കിയിട്ട് വരും. നോക്കുമ്പോ ആർട്ടിക്കിൾ, ഡിഫിനൈറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾ, ഇങ്ങനെ 2 പാർട്ടുണ്ട്. അതിൽ അറിയാലോ അല്ലെ? ഇതിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിഫിനൈറ്റ് എന്നും ഇൻഡിഫിനൈറ്റ് എന്നും. ഇത് രണ്ടും നോക്കിയിട്ട് വരാം. ദെൻ കോൺവേർഡ് നോക്കിയിട്ട് വരാം. കോൺവേർഡ് അതിന്റെ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് കോൺവേർഡ്. ഓക്കെ, കോൺവേർഡ് ഇസ് വേർഡ് അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വേർബ്. സബ്ജക്റ്റിന്റെയും വേർബിന്റെ ഒരു അഗ്രിമെന്റ് ആണ് കോൺവേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും വളരെയധികം സിമ്പിൾ ആണ്. നിങ്ങൾ ഓൾറെഡി ടെൻസ് ഒക്കെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം എളുപ്പമായിട്ട് തോന്നും. നോക്കിയിട്ട് വരും. ഓക്കെ, നിങ്ങള് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നോ? ചോദിക്കാൻ വിട്ടു.
ചെയ്തു മിസ്സേ. യെസ് മാം. ചെയ്തു മാഡം. ആണോ? എങ്ങനെയുണ്ടായി പറയൂ. കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. കുഴപ്പമില്ല. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടായിരുന്നോ? നോ മാം. ഓക്കെ. പിന്നെന്താണ്, ഞാൻ ക്ലാസ് എടുക്കണ്ട എന്നൊന്നും വിചാരിച്ചാണ് വന്നത്. കാരണം ഇതൊക്കെയാണ്, പെരുന്നാളാണ് അല്ലെ? ആണോ? അതെ മിസ്സേ. പറയൂ. നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. ഇപ്പോ വേറെ ക്ലാസ്സിലൊക്കെ ഇതിന്റെ കലാപരിപാടികളാണ്, പ്രോഗ്രാംസ് ആണ്. ഓക്കെ. അപ്പോ എന്താണ് ഇത് എന്ന് കേൾക്കുമ്പോ എന്തൊക്കെയാണ് ഓർമ്മ വരാം? ഇഷാന നല്ല പേര് ആണോ? അതെ മിസ്സേ. പറയൂ. ഇതെന്ന് കേൾക്കുമ്പോ ഫസ്റ്റ് വരിക മൈലാഞ്ചി. പണ്ടൊക്കെ ഇല അരച്ചിട്ട് ഞങ്ങള് മൈലാഞ്ചി ഇട്ടിരുന്നത്. കുട്ടിക്കാലത്ത് പെരുന്നാളിന്റെ ആ ഒരു ഓളം ഇപ്പത്തെ പെരുന്നാൾക്കൊന്നും ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കുട്ടികളാവുന്ന സമയത്ത് ഞങ്ങള് മൈലാഞ്ചി പൊട്ടിക്കാൻ പോകും. പെരുന്നാളിന്റെ തലേ ദിവസം മൈലാഞ്ചി പൊട്ടിക്കാൻ ഞങ്ങള് പോകും, കൂട്ടായിട്ട് പോകും. എന്നിട്ട് വന്നത് അരച്ച് ഉമ്മാനെ കൊണ്ട് അരപ്പിച്ച്. അന്നൊക്കെ നമ്മള് കുട്ടികളല്ലേ, ഇപ്പൊ അതും ആ രസമല്ല. കുട്ടികളാകുമ്പോ പെരുന്നാളിരുന്ന രസം. എന്നിട്ട് അത് അരച്ചിട്ട് അത് തലേ ദിവസം അത് കയ്യിലിട്ട് കടക്കണ ഒരു സംഭവമുണ്ട്. ഇപ്പൊ ട്യൂബ് വാങ്ങാൻ കേട്ടോ. ഇപ്പൊ നേരിട്ടായാലും കിട്ടും, വാങ്ങാൻ കിട്ടും. പക്ഷെ അന്ന് അങ്ങനെ അരച്ചിട്ടായിട്ടിരുന്നു. അത് തലേ ദിവസം കഴിയുമ്പോൾ അതൊക്കെ അരച്ചിട്ട് രാത്രി കിടക്കും. അന്ന് ഉറക്കം തന്നെ വരില്ലത് ചോക്കുവാണ് വെച്ചിട്ട്. രാവിലെ നീച്ചൊക്കെ നോക്ക് ഇത് ചോത്തോന്നാണ്. എല്ലാരും കൈ നോക്കുക. എന്റെ കൈ കാണുന്നതിനെക്കാട്ടും എന്റെ അനിയത്തികളെയും വേറെയുള്ളവരുടെയും കൈ നോക്കണേക്കാരം ഓരുടെ ചോത്തുകൊണ്ട് എന്നെ കാട്ടിക്കുന്നു. അങ്ങനെ ആ ചോത്തിട്ട് അതൊരു ഭയങ്കര സ്മെല്ലൊക്കെ കാരം അന്ന് ആ മൈലാഞ്ചൊക്കെ ഇട്ട് കിടന്നാല്. പിന്നെ അത് എല്ലാരും ചോത്ത് നോക്കുക. എന്നിട്ട് എല്ലാരും പുതിയ ഡ്രസ്സ് ഇടുക, അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോകുക. എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക. ആ ചെറുപ്പത്തെ പെരുന്നാളിരുന്ന് മിക്ക രസം. ഇപ്പൊ അത്ര രസമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വലിയവരായില്ലേ, ഇപ്പൊ വലിയ രസമൊന്നുമില്ല. എന്താണ് കറക്റ്റ് പെരുന്നാൾ? എന്താണ് കറക്റ്റ് ഡേറ്റ്? എന്താണ് കറക്റ്റ് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇന്നിപ്പോ നോമ്പ് 27 30 നോമ്പ് കിട്ടുകയാണെങ്കിൽ 1-ാം തീയതി ഒക്കെ ആയിട്ടാവും പെരുന്നാള്. അതല്ല 30 നോമ്പ് കിട്ടണില്ല, 29 ഉള്ളെങ്കിൽ 31-ാം തീയതി ആവും പെരുന്നാള്. അങ്ങനെ മാസം കാണുന്നതിന്. അപ്പൊ എന്തൊക്കെയാണ് സെലിബ്രേഷൻസ് ഉണ്ടോ? എന്തെങ്കിലും ഗ്യാതറിങ്ങോ എന്തെങ്കിലും ഉണ്ടോ? കസിൻസ് എന്നെ സംബന്ധിച്ച് പ്രാവശ്യം പെരുന്നാള് ഇപ്പൊ അടുത്ത് എന്റെ ചിലയിടത്തൊക്കെ പറഞ്ഞു, ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു എന്റെ ഉമ്മാക്ക് ഒട്ടും വയ്യ. ആള് പെട്ടെന്ന് വയ്യാതായി. അപ്പൊ വലിയ അസുഖം, കുറച്ച് വലിയ അസുഖം, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾക്ക് ടൂറും മറ്റു പ്രോഗ്രാംസ് എല്ലാം മാറ്റി വെച്ചിട്ട്, കാരണം നെക്സ്റ്റ് ഇയറിന് പെരുന്നാൾക്ക് വലിയമ്മ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പില്ല. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പൊ ഈ പെരുന്നാൾ ഫുള്ളായിട്ട് വലിയമ്മാനെ ഹാപ്പി ആക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടൂറും മറ്റു പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് വലിയമ്മാന്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. വേറെ ആരുമില്ലേ പെരുന്നാൾ ആഘോഷിക്കുന്ന? ആരുമില്ലേ ക്ലാസ്സില്? ഇഷാന മാത്രമുള്ളോ? ഇഷാന പറഞ്ഞതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് കുട്ടിക്കാലാവുമ്പോൾ നമുക്ക് ഒരുപാട് ആഘോഷിക്കാം. പാരന്റ്സും അതേപോലെ നമ്മൾ ചെറുതാണ്, അപ്പോ അങ്ങനെ ഒരു ആഘോഷം വളരെയധികം രസമായിരിക്കും. ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആണ്, അപ്പൊ കുറെ ഉത്തരവാദിത്തങ്ങളും അതേപോലെ ഫാമിലിയും. പിന്നെ എന്താണ്, ടൂർ അങ്ങനെയൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുക, പിന്നെ മൈലാഞ്ചി, ഇതേപോലെ മൈലാഞ്ചി തലേദിവസം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ആയിട്ട് പോകും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും തോന്നുന്നില്ല മിസ്സേ, വലുതായതുകൊണ്ടായിരിക്കാം. പിന്നെ മിസ്സേ, പെരുന്നാൾ എന്ന് പറയുമ്പോൾ വേറൊരു മെമ്മറിയും കൂടെ ഉണ്ട്. എന്റെ ഒപ്പം എന്നെ ആദ്യമായിട്ടും അവസാനമായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ തല്ലുള്ളിത്തരം കാട്ട് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് എന്റെ ഒപ്പം തല്ലിയത് പെരുന്നാളിന്റെ ദിവസം. അതിനുശേഷം പിന്നെ എന്നെ പിന്നെ തല്ലിയിട്ടില്ല. അതെന്താന്ന് വെച്ചാല്, ഒരു പെരുന്നാൾ ഇതുപോലെ ഒരു ചെറിയ പെരുന്നാൾക്ക് വെള്ളിപ്പ, അതായത് ഉപ്പാടെ അപ്പയും ഉമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. രാവിലെ അന്ന് വെള്ളിപ്പാക്ക് എന്തോ ഒരു ഇതായിട്ട് അന്ന് പെരുന്നാളിന്റെ അന്ന് ഹോസ്പിറ്റൽ കേസ് വന്നിട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു, ടെൻഷൻ
കാരണം ഞാൻ വല്യപ്പാന്റെ വല്യമ്മാന്റെ അടുത്തിരുന്നിട്ടാ ഫുഡ് കഴിക്കാൻ. എന്റെ ഫേവറേറ്റ് അവരായിരുന്നു. അപ്പൊ അവരില്ലാതെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇരുത്തിക്കാം, നിലത്തായിട്ട് ഇരിക്കുക, വാഴണ്ടയിലൊക്കെ ഇട്ടിട്ട് നിലത്തിരുന്നിട്ടാ കഴിക്കുക എല്ലാരും കൂടെ. അങ്ങനെ കഴിക്കുമ്പോഴും ഞാൻ ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുക, ഇത് വരുന്നുണ്ടോ, വലിയ വലിപ്പി വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. അപ്പൊ ഒരു ബസ് പോയപ്പോ ഞാൻ നല്ല എത്തിയിരുന്ന് നോക്കുമ്പോ ഫുഡ് കഴിക്കാൻ ഇരുത്തിക്കട്ടോ, ഇപ്പൊ എല്ലാവർക്കും വിളമ്പിയിട്ട് ഫുഡ് കഴിക്കാൻ ഇരുത്തിക്കാം. ആ സമയത്ത് വലിയ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഞാനേ ഫുഡ് കഴിക്കണോടത്ത് വേഗം നീച്ച് പുറത്തേക്ക് ഓടി. ഇപ്പൊ വന്നേ പറഞ്ഞ് ഞാൻ ഓടി. അതിന് എന്റെ ഇപ്പൊ അടുക്കളയിൽ നിന്ന് നല്ല പിന്നെ നല്ല തച്ചു. ഞാൻ ഫുഡ് കഴിക്കണോടത്ത് നീച്ചതിന്റെ പേരില്ല എന്നെ അന്ന് നല്ല തച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കൂല. ഞാൻ ഫുഡിനെ ബഹുമാനിക്കാതെ നീച്ചു പോയി എന്നും പറഞ്ഞ് ഞാൻ നല്ല തച്ചു. അതിന്റെ ശേഷം പിന്നെ ഇപ്പൊ എന്നെ തച്ചിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ എന്നെ ഇപ്പൊ അന്ന് മാത്രമേ തച്ചിട്ടുള്ളൂ. അതൊരു പെരുന്നാളിന്റെ ദിവസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തന്നെ കിട്ടിയത് പെരുന്നാളാണ്. അതെ മിസ്സേ, ആ ഒരു തവണ എന്നെ ഇപ്പൊ തച്ചിട്ടുള്ളൂ. പിന്നെ ഇതുവരെ എന്റെ പിന്നെ തച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ എല്ലാവർക്കും? പെരുന്നാളാണെങ്കിൽ പെരുന്നാളല്ലെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പോ എന്താണ് വേറെ ഇപ്പൊ നമ്മുടെ മുസ്ലിംസ് അല്ലാതെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മെമ്മറീസ് ഉണ്ടോ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും? അത്രയും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷം. മിസ്സേ, ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഞങ്ങൾ പറഞ്ഞായിരുന്നു. ദുഃഖകരമായ മൊമെന്റ് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് മിസ് വേണമെങ്കിൽ അത് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തോളൂ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആരോട് പറഞ്ഞു? അതിൽ മിസ് ഞങ്ങൾക്ക് ആതിര മിസ്. ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ഓ, സങ്കടം കേൾക്കാനാണ് എനിക്ക് യോഗം. ഓക്കെ, അപ്പോ എന്നത് പറയും. ഓപ്പോസിറ്റ് എടുക്കാം നമുക്ക്. അത് പറയണോ? ദുഃഖങ്ങൾ നമ്മൾ എന്തിനാണ് വെറുതെ ഓർക്കുന്നേ? പക്ഷെ അതല്ല മിസ്സേ, അതിൽ മിസ് പറഞ്ഞായിരുന്നു ബാച്ചിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് സന്തോഷം പറയുന്ന സമയത്ത് എല്ലാരും കരഞ്ഞിട്ട് അത്ര പറഞ്ഞത്. പക്ഷെ ദുഃഖം പറയുന്ന സമയത്ത് എല്ലാരും ചിരിക്കുക അത്ര ചെയ്തത്. കാരണം അന്ന് അങ്ങനെ ദുഃഖിച്ചെങ്കിലും ഇപ്പൊ അത് ആലോചിക്കുമ്പോ അന്ന് എന്തിനാ ദുഃഖിച്ചെന്ന് തോന്നിപ്പോയ ചില ദുഃഖങ്ങൾ ഉണ്ടാവൂലേ, അത് അങ്ങനെ ഒരു മൊമെന്റ്. പറയൂ എന്നാല് കുറച്ചെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അത് മോട്ടിവേഷൻ ആണ്. പറയൂ, എന്താണ് നിങ്ങൾക്ക് അത്രയും ഒരു സങ്കടം തോന്നിയ നിമിഷം? കേൾക്കട്ടെ, പറയൂ. പറയൂ, പറയുന്നില്ല. ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല? മിസ്സേ, ഗുഡ് ആഫ്റ്റർനൂൺ. സങ്കടം എന്ന് പറയുന്ന ഒരു നിമിഷം നമുക്ക് ഒരിക്കലും, എന്നെ സംബന്ധിച്ച് എന്റെ സങ്കടം ഒരിക്കലും മാറാത്തൊരു സങ്കടം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കോഴ്സും കുറെ ഫ്രണ്ട്സും ഗ്രൂപ്പ് അങ്ങനെയൊക്കെ വന്നിട്ട് എനിക്ക് അതിൽ നിന്ന് ഒരുപാട് റിലീഫ് ആകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പെരുന്നാളും ഇതുപോലൊക്കെ തന്നെയാണ്. പെരുന്നാളിന് അങ്ങനെ ആഘോഷങ്ങളായിരുന്നു. കഴിഞ്ഞ പെരുന്നാൾ മുതൽ ഇങ്ങോട്ട് ഇപ്പൊ രണ്ടാമത്തെ പെരുന്നാളാണ്. ആഘോഷങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാറ് പോലും ഇല്ല. ഞങ്ങൾ ശരിക്കും ആഘോഷങ്ങളായിരുന്നു, ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന്റെ ഇപ്പൊ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ സെയിം ഡേറ്റിലാണ് എൻ്റെ ഹസ്ബൻഡിന് വയ്യാണ്ടായതും പെട്ടെന്ന് തന്നെ ആള് പോയതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളും നമ്മള് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അങ്ങ് വന്ന് കടന്നുപോയി, അത്രേ ഉള്ളൂ. ഈ വർഷവും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അത് പറ്റൂല, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോണം, എല്ലാവരുടെ അടുത്തും പോണം എന്നൊക്കെ പറഞ്ഞു. ബ്രദേഴ്സും ഒക്കെ എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്ത് പോണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണു. മക്കളും എങ്ങും പോവാറില്ല. ഇപ്പം ഒരു വർഷമായിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്കും പോവാറില്ല. ഒരുപാട് യാത്രകൾ ചെയ്യുമായിരുന്നു, ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു, ഒത്തിരി പോയിട്ടും ഉണ്ട്. പിന്നെ പെരുന്നാൾ ആഘോഷങ്ങളും എല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാ ആഘോഷങ്ങളും ഞങ്ങള് 4 പേരും ഞങ്ങളുടെ ഒരു ലോകം തന്നെയായിരുന്നു അത്. അപ്പൊ ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പം പെരുന്നാളിൻ്റെതായ ഒരു വലിയ കാര്യങ്ങളൊന്നുമില്ല. മറ്റേ ഇപ്പൊ 27 അതിനൊക്കെ മുമ്പ് തന്നെയും പെരുന്നാളിനുള്ള ഡ്രസ്സുകൾ എടുക്കല്, പിന്നെ ഓരോന്ന് വാങ്ങിക്കല്, പർച്ചേസിങ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കും. ഈ ഒരു കുറെ ദിവസങ്ങളൊക്കെ, ഒരാഴ്ചയുള്ള ദിവസങ്ങളൊന്നും സമയം കിട്ടാറേ ഇല്ല. പക്ഷെ ഇപ്പം അങ്ങനത്തെ തിരക്കൊന്നുമില്ല. മക്കൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു.
പക്ഷെ എന്നാലും അങ്ങനെ നമ്മൾ വലിയതായിട്ട് ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അന്നത്തെ ഒരു ദിവസം ഭയങ്കരമായിട്ട് ആഘോഷിക്കാന്, പുതിയ ഡ്രസ്സ് ഇടാന്, പിന്നെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോവാന്, വിരുന്ന് പോവാന്, പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ എല്ലാം വീടുകളിൽ കൂടെ പോകും. ഈ തവണ അങ്ങനെയൊന്നും തോന്നണില്ല, എവിടെയും പോവാനോ അങ്ങനെയൊന്നും തോന്നണില്ല. എങ്കിലും ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ കോഴ്സും നമ്മുടെ ഈ ഗ്രൂപ്പ് തന്നെയാണ് അതിനെനിക്ക് ഒരുപാട് പ്രചോദനം ചെയ്തത്. അപ്പൊ അങ്ങനെ സങ്കടം മാറുമോന്ന് വെച്ചാൽ ഒരിക്കലും മാറുമൊന്നുമില്ല. പക്ഷെ ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പൊ ഇത്രയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇനിയും മാറി മാറി വരും എന്നുള്ളൊരു പ്രതീക്ഷ. സങ്കടങ്ങൾ നീറ്റലായിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. മാറ്റം വരുമോന്ന് വെച്ചാൽ മാറ്റം വരും. നമ്മളും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അന്ന് പക്ഷെ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ കടന്നു വന്നപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ദിവസത്തെ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത്രയും ഇതിലേക്ക് മാറുമോ, അല്ലെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കുമോ എന്ന് പോലും ചിന്തിച്ച് അങ്ങനെ നിന്നൊരു സമയമായിരുന്നു. പക്ഷെ അതല്ല, നമ്മളും മാറ്റം വരും, നമ്മളും ജീവിക്കും എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിച്ചൊരു പാഠാ. പെരുന്നാൾ ഓർമ്മകളൊക്കെ അങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഓക്കെ. അപ്പോ ഞാൻ പറയുമ്പോ വേറെ ഇതൊന്നും എടുക്കരുത്. എന്ന് വെച്ചാല് പറയാൻ എളുപ്പമാണെന്ന് പറയുന്നവര്, പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് നമുക്കത് പ്രാബല്യത്തിൽ വരുത്താനാണ് കുറച്ചുകൂടെ ടഫ് അല്ലേ. സങ്കടം ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞ കേട്ടിടത്തോളം സങ്കടമാണ്, സത്യമാണ്, സങ്കടമാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇനിയും മുന്നോട്ട് ലൈഫ് ഉണ്ട്, ഇനിയുണ്ട് ലൈഫ്. സങ്കടങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ മാറ്റണമെന്ന് മാറില്ല, മാറ്റാൻ നോക്കിയാലും മാറില്ല, അത് അറിയാവുന്നതാണ്, മാറില്ല, ഒരിക്കലും മാറില്ല. പക്ഷെ നമുക്കും ഒരു ലൈഫ് ഉണ്ട്, മക്കളുണ്ട്, അല്ലെ? കുറച്ചെങ്കിലും സന്തോഷിക്കാം, കുറച്ചെങ്കിലും. ഉണ്ട് മിസ്സേ, അത് നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം അന്നേരത്തെ ഒരു ടൈമിലൊക്കെ നമ്മള് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ് കേട്ടോ. ഞാൻ അന്നേരം നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മളും അതിന്റെ ഒപ്പം തന്നെ മരിച്ചു പോയാലൊന്നും നമുക്കൊരു കുഴപ്പമില്ല, നമുക്കൊരു നഷ്ടം ഇനി വരാനില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു സമയമുണ്ട്. പക്ഷെ ഒരിക്കലും അത് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളല്ലാതെ നമുക്ക് അങ്ങനെ സംഭവിച്ചാൽ പോലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് നമ്മുടെ മക്കളുണ്ട്. പിന്നെ എന്നോട് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗ്രൂപ്പ്, ഇതിലും അല്ലാതെയും കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിനു വേണ്ടിയും പുറത്തിറങ്ങിയിട്ടില്ല, ഒരു കാര്യത്തിനും വേണ്ടി. നമ്മൾ എപ്പോ പോകുമ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഒരാളെ ചുറ്റി ചുറ്റി നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു ഡിപ്പെൻഡ് ഇല്ലാതെ എനിക്ക് പറ്റില്ല, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ പക്ഷെ മക്കളുടെ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു പോകുന്നു, എന്തെങ്കിലും ഒരു ഓഫീസുകളിലോ കാര്യങ്ങളിലോ ഒക്കെ പോകേണ്ട ആവശ്യം വരുമ്പോ അതിനൊക്കെ പോകാൻ. നേരത്തേക്കെന്ന് പറയുമ്പോ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ തലേദിവസം ഉറങ്ങാണ്ടിരിക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യും. എനിക്ക് അയ്യോ നാളെ ഇനി അവിടെ ഞാൻ തന്നെ പോണോ, മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, അപ്പൊ അങ്ങനെ പോണെങ്കിൽ ഞാൻ തന്നെ പോണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കാണുമ്പോ വിഷമമായിട്ട് ആള് പിറ്റേ ദിവസം എൻ്റെ ഒപ്പം വരും. എന്നെ ഇവിടെ അങ്ങനെ നീ അന്ന് വിഷമിച്ച് പോവണ്ട അങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മളും ആ ഒരു ഇതിലേക്ക് മാറി, നമ്മൾ തന്നെ പോണം, നമ്മൾ ഇതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്കും വരും. പിന്നെ മാറ്റങ്ങൾ വരും. നമ്മള് കുറേ ഇങ്ങനെ എന്താ പറയണേ, കുറേ കരയും, സങ്കടപ്പെടും. അതൊക്കെ ഇങ്ങനെ ചെയ്ത് 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 അവസാനം ഇതൊക്കെ നമ്മളിൽ മാത്രമായിട്ട് നിൽക്കും. കാരണം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കരച്ചിലുകളും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നമ്മൾ അത് കുറെ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകും. നമ്മുടെ വിഷമങ്ങളും ഇതൊക്കെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു ബോൾഡാണ്. പിന്നെ ദൈവം ചിലപ്പോൾ നമ്മളെ അങ്ങനെ മാറ്റുന്നതായിരിക്കും, അതും അറിയില്ല. എന്താണെങ്കിലും നമ്മുടെ മക്കള്, പിന്നെ പേരൻസ്, പിന്നെ കൂടപ്പിറപ്പുകളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇവരെല്ലാരും ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ വിഷമങ്ങൾ അവർ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിൽ മാറ്റം വന്നു തുടങ്ങും. അങ്ങനെ മാറും, കുറെ കഴിയുമ്പോൾ വ്യത്യാസം വരും. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഇന്നത്തെ ഒരു ദിവസം വരെയും നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഞാൻ ഇന്നലെ മക്കളോട് ഇങ്ങനെ പറയായിരുന്നു, ഇന്നലെ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ നോമ്പില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 26ാമത്തെ നോമ്പിന്റെ അന്ന് രാത്രി, 27ാം രാവെന്നാണ് അതിന് പറയാ. അപ്പൊ ഒരു വർഷം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എന്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും
അന്ന് നമ്മൾ പശ്ചാത്തപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാല് അത് നമുക്ക് അത് നമ്മളിൽ നമ്മുടെ ആ പാപങ്ങൾ കഴുകി കളയും എന്നാണ്. അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ രാത്രി ഒരു ഒട്ടുമിക്ക പേരും ഉറങ്ങാറില്ല. അങ്ങനെ ദ്വാ ചെയ്ത് പ്രാർത്ഥനയോട് കൂടി ഇരിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഇന്നലെ രാത്രി കടന്നുപോയത്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷം അതേ ഡേറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു ദിവസവും കഴിഞ്ഞ വർഷം ഇതേ സെയിം ഡേറ്റിൽ തന്നെയാണ്. 12 മണി വരെ ഓരോരുത്തർ ഫോൺ ചെയ്തു, പിന്നെ ഇങ്ങനെ സംസാരിച്ചു, കൂട്ടുകൂടി ഭയങ്കര ചിരിയും കളിയായിട്ട് ഹസ്ബൻഡ് ഞാനും അന്നേരം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മക്കള് പള്ളിയിലായിരുന്നു. അപ്പൊ അങ്ങനെയെല്ലാം ഇരുന്ന ഒരു ഈ വർഷം അതേ സെയിം ഡേറ്റ് വന്നപ്പോ അങ്ങനെ ഒരാളില്ല നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കാനും അല്ല, അങ്ങനെയൊന്നും ഇല്ല. നമ്മളും ആ ഒരു ഇത് അംഗീകരിച്ചു കഴിഞ്ഞു നമ്മുടെ മനസ്സും. പക്ഷെ എപ്പോഴും ഇങ്ങനെ ചില സമയത്തൊക്കെ തോന്നും എവിടെയോ പോയേക്കുന്നതാണ്, വരും എന്നൊക്കെ തോന്നും. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സും അത് അംഗീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ഓരോ പോകെ പോകെ അതിങ്ങനെ അംഗീകരിച്ച് നമ്മളും മാറ്റത്തിലേക്ക് വരും. വ്യത്യാസം വരാതെയും പറ്റൂലല്ലോ. നമുക്ക് മുന്നോട്ട് പോണം. മിസ് പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഉണ്ട്, മക്കളുണ്ട്. നമ്മുടെ ലൈഫിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ലേഡീസ്, നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കേസ് അവരുടെ ലൈഫിനേക്കാളും കൂടുതൽ അവരുടെ ചുറ്റി നിൽക്കുന്നവരായിരിക്കും. മക്കള്, ഹസ്ബൻഡ്, കുടുംബം, അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, മുന്നോട്ട് പോകും. മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ആലോചിച്ചേ, ആള് പോയി, പക്ഷെ ആൾക്ക് കാണേണ്ടത് നിങ്ങളുടെ സന്തോഷമാണെങ്കിലോ? അങ്ങനെ ചിന്തിച്ചൂടെ? അതെ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പൊ ഇത്രയും മാറ്റം വരുന്നത്. അത് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു. ഒരിക്കലും ആളുണ്ടായിരുന്ന ഒരു സമയത്ത് ഒരിക്കലും കണ്ണ് നിറയാൻ ഇടവരുത്തിയിട്ടില്ല. ഒരു നിസ്സാര കാര്യത്തിന് പോലും വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുവോ, അല്ലെ ഇപ്പൊ നമ്മുടെയൊക്കെ കയ്യിൽ, എന്റെ വീട്ടിൽ പോലും എന്റെ ഉപ്പായൊക്കെ ആണെങ്കിലും എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ചാടി പൊട്ടിപ്പോയി, ഇപ്പൊ ഇത്തിരി വിലയുള്ള സാധനമൊക്കെ ആണെങ്കിൽ പറയും അതെന്താ ശ്രദ്ധിക്കാത്ത, എന്താ. ആദ്യം ഒരു തവണ എങ്ങനെയായാലും ഒന്ന് വഴക്ക് പറയും, അതെന്താ ഇത്തിരി കൂടി ശ്രദ്ധിക്കണ്ടേ, കെയർ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഹസ്ബൻഡ് ആണെങ്കിൽ പുള്ളിക്കാരൻ അപ്പൊ തന്നെ പറയും അത് പോട്ടെ, മനുഷ്യര് മരിച്ചു പോകുന്നു, അതിലും വലുതൊന്നുമല്ല. എന്ത് സാധനമാണെങ്കിലും അതിനൊരു നാശം ഈ ലോകത്ത് ഉണ്ട്, അത് തീരുന്നത് ചിലപ്പോൾ നമ്മുടെ കൈകളിലായിരിക്കും. അതിന് വേണ്ടിയിട്ടൊരു ഇത് വച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോയത്, അത് പോട്ടെ, സാരമില്ല, അത് വിട്ടേരേന്ന് പറയും. അങ്ങനെ ഒരു കാര്യത്തിനും നമ്മളെ അങ്ങനെ ഒരു വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കുറവ് വരുത്തിയിട്ടില്ല. എല്ലാരും പറയും ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നു, അതുപോലെ കൊണ്ടു നടന്നതാ. നമ്മള് എന്താ പറയണേ, ഞങ്ങളെ രണ്ടുപേരും അറിയാവുന്ന എല്ലാവരും പറയുന്ന ഒരു കേസ്, നിങ്ങളെ കണ്ടിട്ട് ദൈവത്തിന് പോലും കണ്ണ് ഇത് തോന്നിയിട്ടുണ്ടാവും, കുശുമ്പ് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നേന്ന് പറയും. അത്രമേൽ കെയർ ചെയ്ത് കൊണ്ട് നടന്നതാണ്. അപ്പം നമ്മൾ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം ഇപ്പോഴും എനിക്കിങ്ങനെ, ഇപ്പൊ ഇന്നലെയൊക്കെ രാത്രി എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കുറച്ചു നേരം കരഞ്ഞു. ആ കരയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, അന്നേരം ഇരുന്നപ്പോ ഒരിക്കലും കരയാനോ സങ്കടപ്പെടാനോ അനുവദിച്ചിട്ടില്ലല്ലോ, വേണ്ട ഇനി കരയണ്ടാന്ന് ചിന്തിക്കും. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്കറിയാതെ നമുക്കും കരച്ചിൽ വരും, സങ്കടം വരും. പക്ഷെ അടുത്ത സെക്കൻഡിൽ ഇപ്പൊ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഒരിക്കലും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റൂല, കരഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അപ്പൊ പിന്നെ വേണ്ട എന്ന് ചിന്തിക്കാനും തുടങ്ങി. അതും ഒരു മാറ്റം തന്നെയാണ്. അതെ, അങ്ങനെ ചിന്തിക്കാം. സങ്കടം വരുമ്പോ കരയാട്ടോ, ഏറ്റവും നല്ല വഴിയാണ്. സങ്കടം ഒരിക്കലും ഉള്ളിലേക്ക് കരഞ്ഞു തീർക്കാൻ. അത് ഒരുപാട് നമുക്ക് ഭയങ്കര റിലീഫാണ്. അത് ആരും കാണാതെ പോയി കരയാം, സങ്കടം മാറും, ആശ്വാസമാവും. അതെ, അങ്ങനെയാണ്. എന്നിട്ട് മുന്നോട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാവരുടെ കാര്യം ചിന്തിക്കരുത് കേട്ടോ. മക്കള് ഓക്കെ, എല്ലാവരുടെ കാര്യവും നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ് ഉണ്ട്, അതിനും കൂടെ സന്തോഷം, നമുക്കും കൂടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. അത് ചെയ്യണം കേട്ടോ. പെണ്ണുങ്ങളാണ്, എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന കാര്യമാണ്. മക്കള്, അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, എല്ലാവരെയും സന്തോഷിപ്പിക്കും. പക്ഷെ നമ്മുടെ സന്തോഷം നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല, അല്ലെ? എല്ലാവരും ഡിപ്പെൻഡ് ആണ്. അവർ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിക്കും, ഹസ്ബൻഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, മക്കൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ അങ്ങനെ എല്ലാം വരേണ്ടത് കേട്ടോ. നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാറുള്ളത്? ഓക്കെ, അങ്ങനെ ഒരു സന്തോഷം നമ്മൾ എപ്പോഴും ലൈഫിൽ കണ്ടെത്തണം. എല്ലാവരോടും കൂടി പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു കാര്യം, ഉപദേശമാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വിഷമിക്കില്ല. എന്താന്ന് വെച്ചാൽ നമ്മളൊരാളെയും ആരെയും അമിതമായിട്ട് സ്നേഹിക്കരുത്. നമുക്ക്
മക്കളാണെങ്കിൽ പോലും ഹസ്ബൻഡ് ആയാലും ആരെയും അമിതമായിട്ട് സ്നേഹിക്കാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, അത് നമ്മൾക്ക് വരുന്ന വിഷമില്ലേ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും. ഓക്കെ, അത് എല്ലാവരും ചെയ്യാം, എല്ലാവരും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഒരു ദിവസം നമ്മുടെ മൊത്തത്തില് ബ്ലാങ്ക് ആയി പോകും. ശരിയാ മിസ് പറഞ്ഞത്. ഓക്കെ, ആലോചിച്ചു നോക്കട്ടോ എല്ലാവരും. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും വുമൻസ് ആണ്. ഇത് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ ഹസ്ബൻഡ് പറഞ്ഞതൊരു കാര്യമുണ്ട്, ആരെയും അമിതമായിട്ട് സ്നേഹിക്കരുത്. പക്ഷെ അതിന് പറയുമ്പോ എനിക്ക് ഓക്കെ, അത് എന്തിനാണ് പൊട്ടത്തരാണെന്ന് ചിന്തിച്ചു. പക്ഷെ ഇപ്പോ ശരിയാണ് എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ശരിയാണ് മിസ് പറഞ്ഞത്. കാരണം ഞാൻ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ഒരാളാണ്. എന്ന് കല്യാണം കഴിഞ്ഞ് വന്നു 18 വർഷമായിരുന്നു ഞങ്ങളുടെ ലൈഫ്. ആ ഒരു 18 വർഷവും എനിക്ക് തോന്നുന്ന പേരൻസ് നമ്മൾ തന്നെയാണ് നമ്മുടെ പേരൻസ്. അതായത് നമ്മുടെ മാതാവ് പിതാവ് എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ തന്നെയാണ്. അവര് ഒരു സെപ്പറേഷൻ ഇല്ല നമുക്ക്. അത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അത് തന്നെയാണ്. അതൊരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഇനിയൊരു ലൈഫ് ഉണ്ടെങ്കിൽ, അല്ലെ നമുക്കൊരു ചെറിയ പ്രായത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയാൽ ഏത് പ്രായം സ്വീകരിക്കും എന്ന് ചോദിച്ചാൽ, ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ എപ്പോഴും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്റെ കല്യാണത്തിന് ശേഷമുള്ള ദിവസങ്ങളായിരിക്കും. അത്രമേൽ പ്രിയപ്പെട്ട ദിവസങ്ങളും അത്രമേൽ പ്രിയപ്പെട്ട ആളുമായിരുന്നു. അതെനിക്ക് മാത്രമല്ല കേട്ടോ, എന്റെ പേരൻസിനും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ ആൾ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. എന്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു എന്താ പറയണ, ഫാദർ എന്ന് മാത്രം പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറവായി പോകും. അത്രയും അവരങ്ങനെ ആയിരുന്നു. അത്രയും ബോണ്ടിങ്ങിൽ പോയിക്കൊണ്ടിരുന്നതാണ് മക്കളും ഞങ്ങള് എല്ലാവരും തന്നെ. എല്ലാവർക്കും ഇതൊരു നഷ്ടം തന്നെയാണ്. ഇപ്പൊ ഇക്കാടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നു. അവരെല്ലാവരും ഇപ്പോഴും ഈ 1 വർഷം കഴിഞ്ഞിട്ടും ഓർത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും DP മാറ്റാതിരിക്കുന്നവരുണ്ട്. സ്റ്റാറ്റസ് ഇങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമുക്ക് എപ്പോഴും മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. ഞാൻ കാണാത്ത ആളുകളൊക്കെ തന്നെയാ എനിക്കിപ്പോഴും മെസ്സേജ് ഇടുന്നവരുണ്ട്. ഇക്കാടെ ഒരു പേരിലാണ്. അതെല്ലാവർക്കും ആ ഒരാൾ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ അതിനേക്കാളും നമ്മുടെ ഒരു ലൈഫ് മൊത്തം ആ ഒരു വ്യക്തിയായിരുന്നു. മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്രയും ഒന്നും 100% ഒന്നും ഒരാളെയും അത്രയും സ്നേഹിക്കാൻ പാടില്ല. നമ്മൾ ഇല്ലാണ്ടായി പോകും. ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടന്നു പോകാൻ ഭയങ്കര പാടായി പോകും. അത് മക്കളോടായാലും അവർ ഉപദേശിക്കുന്ന ഏറ്റവും നല്ലത് പറയാം, അവരോട് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെന്ന് വെച്ചാല് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്താം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് തെറ്റായും തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം. അല്ല മിസ്സേ, സെൽഫ് ലവിന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. കാരണം ജനിച്ചത് നമ്മ ഒറ്റക്കാണ്, പോകുന്നത് നമ്മ ഒറ്റക്കായിരിക്കും. അതൊന്ന് ആലോചിച്ചു. എല്ലാം നമ്മുടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യണം. ഇന്ന് ഉള്ളവരെ നാളെ ഉണ്ടാകും. അക്സെപ്റ്റ് ചെയ്ത് പോവുക, ഓരോ ദിവസവും അക്സെപ്റ്റ് ചെയ്യുക. പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഷോക്കിനേക്കാൾ ഏറ്റവും നല്ലതാണ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ അക്സെപ്റ്റഡ് ആയിരുന്നു, അങ്ങനെ ചെയ്യാം. ചിന്തിക്കുക, എപ്പോഴും മനുഷ്യരാണ്. അതുകൊണ്ട് സന്തോഷം ശരിക്കും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യും. ആരെയും നമ്മൾ സന്തോഷത്തിന് പോലും ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാ പറയാം. ആരുമില്ലെങ്കിൽ പോലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. നാളെ എന്താണ് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് സന്തോഷം വേണ്ടേ, അല്ലേ? ആരില്ലെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും. ഓക്കെ ആണോ? പറയൂ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര കുറച്ച് സെൻസിറ്റീവ് ആണ് കേട്ടോ. എന്താ പറയുക, നമ്മളില്ലേ ഇപ്പൊ ജാസ്മിതാക്ക് ഇപ്പൊ അത് കുറെ നമ്മളോട് ഷെയർ ചെയ്തപ്പോ ജാസ്മിതാക്ക് ഒരു മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുണ്ടാകും അല്ലേ? അപ്പൊ ഒരാള് വിഷമം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര സഹിക്കാൻ പറ്റാത്തത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സമാധാനം കിട്ടും മനസ്സിന്. ജസ്മിതാക്ക് ഞാൻ ഇടക്കിടക്ക് മെസ്സേജ് അയക്കലുണ്ട്. താക്ക് ഇപ്പോഴും അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയണെങ്കിൽ അപ്പൊ മാത്രം കെയർ ചെയ്തിട്ടുണ്ടാകും ആള്. അല്ല, നമുക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകാം, ഇല്ലേ? ഹസ്ബൻഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് മെമ്മറീസ് ഉണ്ടാകാം. പക്ഷെ നമുക്ക് സ്നേഹമില്ലെന്നല്ല പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടും അമിതമായിട്ടും സ്നേഹമുണ്ട്.
പക്ഷേ അതിലും ഒരു 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 പിടുത്തം നമുക്ക് വേണം എപ്പോഴും. അത് നമ്മുടെ സേഫ്റ്റിക്കാണ്. മനസ്സിലായോ? അതെന്താന്നറിയാം മിസ്സേ, നമ്മള് സ്നേഹിക്കണം, ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം. പക്ഷെ അത് അമിതമാകാൻ പാടില്ല. അവിടെയാണ് നമ്മൾ തോറ്റുപോകും. ശരിക്കും നമ്മൾ തോറ്റുപോകും. നമുക്ക് അങ്ങനെ ഒരു മൊമെന്റ് വന്നു പോയി കഴിഞ്ഞാൽ, വരാതിരിക്കട്ടെ ആർക്കും, പക്ഷെ വന്നാൽ നമുക്ക് ആ ഭാഗം അത്രയും ഒരിത് നമുക്ക് അങ്ങനെ തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്തുകൊണ്ടോ എന്നെ ദൈവം അങ്ങനെ നിലനിർത്തി. കാരണം ചിലപ്പോ എനിക്ക് എന്തെങ്കിലും, ഞാനും ആ ഒരു സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ ആ ഒരു സമയം ഞാൻ കടന്നു പോകുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും. കാരണം അറ്റാക്ക് ആയിരുന്നു ആൾക്ക്. അവിടെ വെച്ചിട്ട് തന്നെ ശരിക്കും ഡോക്ടേഴ്സ് ആണ് കൂടെ ഉണ്ടായിരുന്നത്, ഗസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് അപ്പൊ തന്നെ CPR കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും റിക്കവർ ആയില്ല. അതിനുശേഷം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവിടെ ചെന്നിട്ട് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാൻ പോയതാണ്. ആ സെക്കൻഡിലാണ് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നതും വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വീണ്ടും കിട്ടി. ആ ഒരു സമയം ശരിക്കും ദൈവം എനിക്ക് തന്നൊരു സമയമാണ്. കാരണം ഞാൻ ഇതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് തന്നൊരു സമയമാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ ഹോസ്പിറ്റലിലായിരുന്നു ആൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ വലിയ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റിയപ്പോൾ ആസ്റ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ പെരുമ്പാവൂർ എത്തുമ്പോഴേക്കും രണ്ടാമത് കാർഡിയക് അറസ്റ്റ് ആയി. അപ്പൊ അവിടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്നാക്കുകയോ ചെയ്ത്. അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ ഡോക്ടർ സംസാരിച്ചത് ഫുള്ളും എന്നോട് തന്നെയായിരുന്നു. അതുവരെയും എന്നോട് ഈ കാര്യങ്ങളൊന്നും ആരും പറയണില്ല. എത്രത്തോളം ക്രിട്ടിക്കലാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ ചെന്ന ആ ഒരു സെക്കൻഡ് മുതൽ എല്ലാ കാര്യങ്ങളും എന്നോട് തന്നെയാണ് ഡോക്ടർ ചോദിച്ചത്, അതുപോലെ സംസാരിച്ചത്. എന്നോട് നേരിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു 10% പോലും പ്രതീക്ഷിക്കരുത്. പിന്നെ അഥവാ ഇയാൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ഫുള്ളും കോമ സ്റ്റേജിലായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് റീഡ് ആവുകയാണ്. ആ ഒരു സമയം എനിക്ക് ശരിക്കും ദൈവം എനിക്ക് തന്നൊരു സമയമാണ്. ഞാൻ ഇതിനെ തരണം ചെയ്യണം, എന്നെ നിലനിർത്തണം എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്നെ നിലനിർത്താൻ വേണ്ടി തന്നൊരു സമയമായിട്ട് ഞാൻ ഇപ്പോഴും കണക്ക് കൂട്ടുന്നത്. കാരണം എൻ്റെ പേരൻസ് ഒക്കെയും ഈ ഒരാളുടെ വിയോഗത്തിൽ തന്നെ വല്ലാണ്ടായി പോയി. അതിനിടയ്ക്ക് എനിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കതൊന്നും താങ്ങാൻ പറ്റൂല. അതുപോലെ ഇവിടെ ഇക്കാടെ കൂടപ്പിറപ്പുകളാണെങ്കിലും ഇവര് 10 മക്കളുള്ളതിൽ ഏറ്റവും ഇളയ ആളാണ്. എല്ലാവരും മൂത്തവരാ. അവർക്കൊക്കെയും ഭയങ്കര, അവരിപ്പോഴും അതിൽ നിന്നൊന്നും മോചിതരായിട്ടില്ല. അപ്പൊ എനിക്കും അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവർക്കും അത് പ്രശ്നമാണ്. എൻ്റെ മക്കള്, അങ്ങനെ ഒരുപാട് പേരെ ഇപ്പൊ ഞാനൊരാൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും പേർക്കും ഭയങ്കര ഇതായിട്ടിരിക്കണം. അപ്പൊ ഞാൻ വീണ് പോവരുതെന്ന് ചിലപ്പോൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ നിലനിർത്തിയത്. ഞാനിപ്പോ അങ്ങനെയാണ് ചിന്തിക്കണം. അപ്പം ഇനിയും നമ്മളിങ്ങനെ സങ്കടം വരുമ്പോൾ കരയുക തന്നെ ചെയ്യുക. അല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. നമുക്കും അറിയാം ഇതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല എന്ന്, നമ്മുടെ ചുറ്റി നിൽക്കുന്നവർക്കും അറിയാം. അപ്പൊ അവരെ വെറുതെ വിഷമിപ്പിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ സന്തോഷങ്ങൾ, ഇപ്പം ഈ നമ്മുടെ കോഴ്സ് തുടങ്ങി ഈ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പൊ റിഷാന പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിലാക്സേഷൻ ആണ്. അങ്ങനെയാണ് എനിക്ക് ഇത്രയും മാറ്റം വന്നത് പോലും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ മിസ് പറഞ്ഞ പോലെ സങ്കടം വരുമ്പോൾ കരയുക. ആ കരഞ്ഞ് നമുക്കറിയാം, കുറച്ച് കരയുമ്പോഴേക്കും നമുക്കും മനസ്സിലാകും കരഞ്ഞിട്ടും കാര്യമില്ല, ഇതിനൊരു പ്രതിവിധി ഇല്ല എന്നുള്ളത്. അപ്പൊ അതൊരു നീറ്റലായിട്ട് മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഒതുങ്ങാൻ ഇതാകും. ഒതുങ്ങി അങ്ങനെ നിൽക്കും. അതൊരു തട്ട് തന്നെയാണ്. ആ ഒരു സങ്കടം നമ്മുടെ ഉള്ളിലെ ഒരു തട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. അത് മാറുമെന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുറമേക്ക് നമ്മൾ ഓക്കെ ആവും കുറെ കഴിയുമ്പോഴേക്കും. സങ്കടം ഒരിക്കലും മാറില്ല. അത് ഉള്ളിലുണ്ടാവും. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കി, നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജനിച്ചത്. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയേ ഉള്ളൂ. മനുഷ്യന്റെ ജീവിതം എല്ലാം അത്രയേ ഉള്ളൂ. ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു, നമ്മൾ പോകും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇതാണ് ശരിക്കും ജീവിതം. അത്രയേ ഉള്ളൂ. അതിനിടയിലാണ് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെ? സോ ഇത്ര നാള് ജീവിക്കുന്നു. ലീവ് ദ പ്രസന്റ് അല്ലേ മാം? ഇപ്പോഴത്തെ ഈ മൊമെന്റ്, ഈ പ്രസന്റ് സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക അല്ലേ മാം? അത്രയേ ഉള്ളൂ. പ്രസന്റിൽ നന്നായിട്ട് ജീവിക്കുക, സന്തോഷമാണ്. ഓരോ മൊമെന്റും നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. നാളെ ഉണ്ടോ അറിയില്ല,
എന്ന് കിടന്നുറങ്ങിയാൽ നാളെ എണീക്കോ അറിയില്ലല്ലോ. സന്തോഷിക്കാം, ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. നമ്മളെ കൊണ്ട് മറ്റുള്ള ഒരാളെ വിഷമിക്കാണ്ടിരിക്കുക, അല്ലെ? നമ്മൾ അവരുടെ സന്തോഷം നമ്മളൊരു കാരണമായാൽ അതും എത്രയോ വലിയൊരു കാര്യമാണ്. ആരെയും സങ്കടപ്പെടുത്താതിരിക്കുക, ഒരാളെയും സങ്കടപ്പെടുത്താതിരിക്കുക. അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് മാത്രമേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സങ്കടപ്പെടുത്താതിരിക്കുക. അവര് നമ്മളെ സങ്കടം കാണാനിരിക്കുന്നതല്ല, സന്തോഷം കാണണം, അല്ലെ? അങ്ങനെ ചിന്തിക്കൂ കേട്ടോ. എല്ലാവരുടെ ലൈഫിലും സങ്കടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ ഇപ്പോഴും ഉണ്ടാകാം. ചെയ്യേണ്ടതും ആലോചിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനു ജനിച്ചു, അല്ലെ? നമുക്കൊരു യോഗം ഉണ്ടെന്നേ. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ പോയാലും അതൊന്നും മാറില്ല. ആ ഒരു യോഗം അത് അങ്ങനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല ലൈഫ് പോകും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുക, ഒരുപാട് ആഗ്രഹിക്കുക. ആഗ്രഹം എപ്പോഴും നല്ലതാണ്. എപ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് പറയില്ലേ, കുന്നോളം ആഗ്രഹിച്ചാൽ കുഞ്ഞിക്കുഞ്ഞോളം കിട്ടുള്ളൂന്ന്. ഇത് സത്യ. ആഗ്രഹിക്കും, നിങ്ങൾ ആഗ്രഹിക്കും, ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണും. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. 100% ഷുവർ ആണ്, സംഭവിച്ചിരിക്കും. ഓക്കെ, അങ്ങനെ പ്രതീക്ഷയോടെ ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കും, സന്തോഷമായിട്ട് ജീവിക്കും, മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതെ ജീവിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. ഓക്കെ, അതെ മിസ്സേ. അതെ. അതല്ല, ഇങ്ങനത്തെ ദുഃഖമല്ല സംഭവം ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനത്തെ ദുഃഖമാകുമ്പോ നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂല അല്ലെ? ഭയങ്കര ഇപ്പൊ ഒരു ക്ലാസ്സേ ഫുള്ള് മിസ്സെ, ഞാനത് പറഞ്ഞ് തെറ്റായി പോയി, ക്ഷമിക്കണം മിസ്. ഇപ്പൊ വല്ലാത്ത മിസ്സിന്റെ മുഖം കാണുമ്പോ തന്നെ സങ്കടം വരെ പറയേണ്ടിയിരുന്നില്ല. സങ്കടം കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സത്യം പറയാലോ. ഞാൻ എന്റെ സങ്കടം ആരും പറയാറില്ല. കേൾക്കണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സങ്കടങ്ങൾ നമ്മൾ ആലോചിക്കാതിരിക്കുക ഏറ്റവും നല്ലതാണ്. പറയൂ മാമിനെ കുറിച്ച്, മാമിന്റെ ചൈൽഡ്ഹുഡ്, കോളേജ് ലൈഫ്, നമ്മുടെ ഫാമിലി, സാഡ്, ഹാപ്പി ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളെ കുറിച്ചെല്ലാം പറയണം. മാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? 10 minutes ഉണ്ടല്ലോ. മാമിന്റെ ഫാമിലി, കോളേജ് ലൈഫ്, ഇപ്പൊ സാഡ്, ഹാപ്പി എല്ലാം. കോളേജ് ലൈഫോ? കോളേജ് ലൈഫ് എങ്ങനെയാ? ഞാൻ BA വരെയും കോളേജിലാണ് പഠിച്ചേ. MA ചെയ്തത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഇഗ്നോയിലാ ചെയ്തത്. അത് ചെയ്തോണ്ടിരിക്കുമ്പോ കല്യാണം കഴിഞ്ഞു. എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ അച്ഛമ്മ. ഞാൻ കല്യാണം കഴിഞ്ഞു. അവിടെ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, ഒരു അനിയത്തി ഉണ്ട്. ഇപ്പൊ എല്ലാവരും മാരീഡ് ആണ്, അവിടെ മാരീഡ് ആണ്, സെറ്റിൽ ആണ്. ഓക്കെ, ഇപ്പൊ ഹസ്ബൻഡ്, ഞാനത് പറയാൻ കാരണം, ജാസ്മിൻ പറഞ്ഞപ്പോ കണക്റ്റഡ് ആവാൻ കാരണം, ആള് പോയത് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. മീൻസ് ആളിപ്പോ ദുബായിലാണ്. ഇപ്പോ 1 year ആയി, 1 year and 1 month. ഞാനും ഇതുപോലെ ഡിപ്പെൻഡ് ആയിരുന്നു, എനിക്ക് ഡിപ്പെൻഡ് ആയിരുന്നു. അപ്പൊ പോയപ്പോ പെട്ടെന്ന് ഒരു സംഭവം വന്നു. അതൊക്കെ റിക്കവറായി വലിയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയാൻ കാരണം. മാക്സിമം നമ്മള് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോ ആള് പോയപ്പിനെയാണ് ജോലി നോക്കി. പിന്നെ മോളൊരു വിധം ഒരു 3 വയസ്സായപ്പോഴാണ് ഞാൻ ജോലി നോക്കി തുടങ്ങിയത്. അതുവരെയും ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ടീച്ചിങ് ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചിങ് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഓൺലൈൻ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ഒരു ഡെയിലി ബേസിൽ ഓൺലൈൻ വീട്ടിൽ നിന്നാണ് ചെയ്തത്. ഇതിപ്പോ അങ്ങനെയല്ല, ഓഫീസിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് വെച്ചാല്, ഫ്രണ്ട്സ് എന്താ, ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാട്ടോ എനിക്ക്. ഒരുപാട് ഞാൻ ഇത്രയും കണക്റ്റഡ് അല്ല. മീൻസ് കുറച്ച് ഫ്രണ്ട്സ് മാത്രം. എന്നാലും എനിക്ക് അത്രയും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനൊന്നും അങ്ങനെ ആരും. ഓക്കെ, ഫുൾ ടൈം ഇപ്പോഴാണ് കുറച്ചുകൂടെ മാറ്റങ്ങൾ. കാരണം ലൈഫ് ഒരുപാട് എന്താണ്, നമ്മൾ എക്സ്പീരിയൻസിലൂടെയല്ലേ എല്ലാം പഠിക്കാം. ഫ്രോം എക്സ്പീരിയൻസ്, അതാണ്. അതിലൂടെ പഠിച്ച് ഇവിടെ വരെ എത്തി. ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളെ പോലെ ശല്യമായിരുന്നു, ഭയങ്കര ശല്യമായിരുന്നു. ക്ലാസ് എടുക്കാനും ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമെങ്കിലും അതൊക്കെ ഭയങ്കര. ഞാൻ തന്നെ എന്താ കുറെയൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ തന്നെ സ്വയം മാറി, സ്വയം ചിന്തിച്ചു, ഒരുപാട് മാറി. അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല, മനസ്സിലായോ? അതുകൊണ്ട് നമ്മ മാറാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് മാറ്റാൻ നോക്കുക. ഇതെല്ലാം ഞാൻ പറഞ്ഞത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. എല്ലാം വെറുതെ ഉപദേശിച്ചതല്ല. എനിക്ക് എക്സ്പീരിയൻസ്, ഞാൻ എല്ലാ കാര്യവും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആ ഒരാള് ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വന്നു. ശരിയാണ്, എനിക്ക് വന്നതാണ്. മോളുണ്ട്, പിന്നെ സപ്പോർട്ട് കേട്ടോ.
വീട്ടിൽ നിന്നും എല്ലായിടത്തും സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നു. അങ്ങനെ ഇപ്പോ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹാപ്പിയാണ്, ഓക്കെയാണ്. നമ്മുടെ സന്തോഷം എത്തുന്നു. ഇത്രയേ ഉള്ളൂ. മിസ്സേ, ഒരു കാര്യം, ഞാനിപ്പം ഇങ്ങനെ ഒരു ഇത് ഷെയർ ചെയ്യണ കാര്യം പറഞ്ഞപ്പോ ഞാനിത് പറഞ്ഞത് ആരെയും വിഷമിപ്പിക്കാനല്ല, അങ്ങനെയല്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ എന്താ പറയണ, ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വീടിനുള്ളിൽ 4 ചുവരിനകത്ത് ഒതുങ്ങിക്കൂടി, ഭയങ്കരമായിട്ട് ഒതുങ്ങിക്കൂടി ഒരു 18 വർഷമാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. 1-2 വർഷമല്ല, 18 വർഷത്തോളം ഞാൻ അങ്ങനെയായിരുന്നു. അപ്പം അതിൽ നിന്നും എനിക്ക് ഈ ഒരു വർഷം കൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ വന്നതും, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതും. നമ്മള് അങ്ങനെയല്ല, നമ്മള് കുറച്ചൊക്കെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം, അത് പണ്ടേ അങ്ങനെ ആവണമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചത് ഈ ഒരു സമയത്താ. അപ്പം നമ്മുടെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിൽ ഇത്രയും പേരുണ്ട്, ഒരുപാട് വിഷമങ്ങൾ പല രീതിയിൽ അനുഭവിക്കുന്നവരുണ്ടാകും. ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ടാകും. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. മിസ് പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ എപ്പോഴും അതിനൊരു മുൻകരുതൽ നമ്മൾ എപ്പോഴും എടുക്കണം. അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അങ്ങനെ ഒരു മോട്ടിവേഷനും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. കാരണം നമ്മളിങ്ങനെ ഒരാള് ഒരിക്കലും അത് വേണം. നമ്മളിപ്പോ അവരെ അവഗണിച്ചൊന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അവരുടെ അനുവാദത്തോടെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പുറത്തു പോകാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ആ പെരയ്ക്കകത്തിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മളുടേതെന്ന് പറയാൻ ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു 10 രൂപ നമുക്ക് തരുന്ന ഒരു സെക്യൂരിറ്റി ഭയങ്കരമാണ്. അപ്പൊ അത് 10 രൂപയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ 10 രൂപയ്ക്ക് നമ്മള് ഇപ്പൊ മക്കൾക്ക് ഒരു മിഠായിയാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ പോലും അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതിനൊക്കെ എല്ലാരും ശ്രമിക്കട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇപ്പോ നമ്മുടെ എല്ലാവർക്കും വിഷമിക്കണ്ട, സുഖമായിട്ടിരിക്കുക. എല്ലാവർക്കും മക്കളുണ്ട്. മക്കളോട് ചെയ്യേണ്ട കാര്യം ഒറ്റയ്ക്ക് എല്ലാം ചെയ്യിപ്പിക്കുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കുക, തന്നെ ചെയ്യിപ്പിക്കുക എല്ലാ കാര്യങ്ങളും. എവിടെ പോകണമെന്നുണ്ടെങ്കിലും, അവർ പഠിക്കാൻ പോവാണെങ്കിലും, എല്ലാ കാര്യങ്ങളും, കോളേജിലാണെങ്കിലും തന്നെ പോട്ടെ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആകരുത്. ഓക്കെ, മനസ്സിലായോ? ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാം. നമ്മൾക്ക് മക്കളിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യത്താ. ഇപ്പൊ എന്റെ അച്ഛനും ഇപ്പൊ എന്റെ പാരന്റ്സ് ആണെങ്കിൽ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഒറ്റയ്ക്ക് പോകരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ്, ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു, അല്ലെ? സോ നമ്മുടെ മക്കളെയും നമ്മൾ അങ്ങനെ ആക്കരുത്. മാക്സിമം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ അവർക്ക് പ്രാപ്തരാകണം. അത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളാണ്, പാരന്റ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് വേണം നമ്മുടെ കുട്ടികളെ വളർത്താൻ. എന്റെ ഒരു ഉപദേശമല്ല, എന്റെ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും നല്ലൊരു കാര്യമാണത്. നമുക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓക്കെ, വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ കല്യാണമൊക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം കല്യാണം പറഞ്ഞാൽ മതി. ഓക്കെ, എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോലിയാണ്. ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവണം. അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നീട് മാരേജ്, ആ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാനേ പാടുള്ളൂ. അത് മക്കളോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റ കാലം നിൽക്കാന്ന് പറയും, ഒറ്റയ്ക്ക് നിൽക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് പഠിച്ച കാര്യങ്ങളല്ലേ? ശരിയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ മാം, കറക്റ്റ്. അപ്പൊ ഇതേപോലെ ഇനി അടുത്ത ജനറേഷൻ അങ്ങനെ ആവരുത്. പിന്നെ നമ്മൾ എവിടെ വരെ എത്തി? ഓക്കെ, നമുക്ക് ഇത്രയും പ്രായമായി, നമ്മൾ ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. പ്രായം എന്നൊരു വിഷയമേ അല്ല. എൻജോയ് ചെയ്യാൻ ഈ സമയം കിടക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രായം ആരും നോക്കുന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ജീവിതം, അങ്ങനെയാണ്. ഇത് തുടങ്ങിയില്ലേ, കോഴ്സ് തുടങ്ങുന്ന സമയത്തും എന്താ പറയാ, ഓൺലൈനല്ലേ, ഇത്ര ഒന്നും ഫ്രണ്ട്ഷിപ്പോ ഒരു സൗഹൃദ വലയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് പല ഏജിലുള്ള ആൾക്കാരാ. 24 തൊട്ടിട്ട് 46 അത്ര വയസ്സുള്ളവരുണ്ട്, ഏജ് ഉള്ളവരുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് എന്ത് വിഷമായിക്കോട്ടെ അല്ലെങ്കിൽ സന്തോഷമായിക്കോട്ടെ, ആദ്യം ഞങ്ങൾ അവിടെ വന്നിട്ട് പറയാം, ആ ഗ്രൂപ്പിൽ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾക്കൊരു വിഷമല്ല, ഞങ്ങൾക്ക് വിഷമം വന്ന് വിഷമിച്ചിരിക്കാൻ സമയമല്ല. അത് വിഷമം അവർക്ക് സന്തോഷമാക്കിയിട്ട് ഗ്രൂപ്പിൽ കളിയും ചിരിയായിട്ട് അങ്ങനെ പോകും. അപ്പൊ ഈ ഒരു ഇത് തുടങ്ങിയിട്ട്, ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായത് പ്രധാനമായിട്ടും അതാ. ആ ഒരു സൗഹൃദാലയം അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാ തരുന്നത്. ഏത് നേരത്തായാലും മെസ്സേജ്
നമുക്ക് എല്ലാത്തിനും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ് അല്ലെ? നമുക്കൊന്ന് പുറത്തിറങ്ങി ഒക്കെ എല്ലാരും പറയും, പുറത്തിറങ്ങി ഒരു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ മറക്കും, നമ്മുടെ സങ്കടങ്ങളെല്ലാം കുറച്ച് നേരത്തെങ്കിലും മറക്കും നമ്മള്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കുറച്ച് ഗേൾസ് ഒരു ഗ്യാങ് പോയി നോക്കി, ഹസ്ബൻഡ് പോയിട്ട് മക്കളെ പോലും നമ്മൾ ഓർക്കില്ല കുറച്ച് നേരത്തെങ്കിലും. അത്രയുണ്ട്, അത്രയും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻജോയ് ചെയ്യാം മാക്സിമം. അതിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും എൻജോയ് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റാം. ഓക്കെ, നിങ്ങൾ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ചില്ലാവും. അങ്ങനെയൊക്കെ ചെയ്തു നോക്കും. ഞങ്ങൾ കണ്ടിട്ട് പോലും വെറും ഓൺലൈൻ സൗഹൃദമാണ്, ഈ വാക്കുകൾ കൊണ്ട് മാത്രമുള്ള പരിചയം. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത്രയൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ഒരു കാര്യമാണ്. ഈ 2025 എന്റെ 24 ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാല്യബിൾ ആയിട്ടുള്ളത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തന്നെയാണ്. കാരണം പറയാൻ വേറെ ഒന്നല്ല മിസ്, ഞാനൊക്കെ ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആരോട് ഷെയർ ചെയ്യാൻ പറ്റൂല, നമുക്ക് ഇവിടെ നമ്മളെ വീട്ടില്. പക്ഷെ ആ ഗ്രൂപ്പിൽ അങ്ങോട്ട് കയറിയിട്ട് അവിടെ പറഞ്ഞ എനിക്കൊരു ഭയങ്കര സമാധാനമാണ്, ഭയങ്കര സമാധാനമാണ്. പലരും അങ്ങനെ പറയും, ഈ ജാസ്മിത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫർസാന്ത് ആയിക്കോട്ടെ, അവരൊക്കെ ഇതിലേക്ക് ചേരണ സമയം എന്ന് പറഞ്ഞാല് അവർ ഭയങ്കര ഭയങ്കര ഡിപ്രഷൻ മൂഡിലായിരുന്നു അവര്. പക്ഷെ അവരൊക്കെ വന്ന് ആദ്യമൊക്കെ അവർ സൈലന്റ് ആയിരുന്നു, പിന്നെ അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ അവരെന്നെ അവരുടേതായിട്ടുള്ള ഒരു, ഇപ്പൊ ജാസ്മിത്ത പറഞ്ഞില്ലേ, ആദ്യം ഒന്നും സംസാരിച്ചിരുന്നില്ല ഗ്രൂപ്പിൽ, അവരൊന്നും മിണ്ടിയിരുന്നില്ല. പിന്നെ ഞങ്ങളെ സംസാരം ശരിയും കളിയൊക്കെ ആയപ്പോ അവര് അതിന്റെ കൂടെ അങ്ങോട്ട് ചേർന്നു. അപ്പൊ ഭയങ്കര ഒരു സന്തോഷമാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് കിട്ടിയ ഏറ്റവും. ഇപ്പം പൈസ ചെലവാക്കി ഇനി ടീച്ചർ ആയിട്ടില്ലെങ്കിൽ കൂടിയിട്ട് ഇത്രയും ഫ്രണ്ട്സിനെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ കിട്ടിയത് ഭയങ്കര സന്തോഷം. പിന്നെ ഒരു കാര്യം, സങ്കടങ്ങളൊന്നും ഓർത്തേക്കരുത് കേട്ടോ. സങ്കടങ്ങളൊക്കെ പോട്ടേനെ, എന്തെന്താ ലൈഫ് അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ലാസ്റ്റത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത്, ആരോഗ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാല് നമ്മൾ നോക്കാൻ പോലും ചിലപ്പോൾ ആരുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങള് ആരോഗ്യം ശ്രദ്ധിക്കാറേയില്ല അല്ലേ? പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളുകളുണ്ടോ. നമ്മള് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, മസ്റ്റ് ആണ്. ഓക്കെ, ഹെൽത്തി ഈസ് വെൽത്ത് എന്ന് പറയും, കറക്റ്റ് ആണത്. സോ ഓൾവേസ് ഹെൽത്തി ആൻഡ് ഹാപ്പി, ഇത് രണ്ടും ചെയ്യാം, ലൈഫ് അടിപൊളിയായിരിക്കും. ഓക്കെ, നമ്മള് കാരണം നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. മക്കളാണെങ്കിൽ പോലും, മക്കളെ ആണെങ്കിൽ പോലും നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അസുഖങ്ങളാകും, പിന്നെ മക്കൾക്ക് അതിന് ബാധ്യതയാകും. എന്തിനാണ് വെറുതെ, അല്ലേ? സോ ആരോഗ്യം ശ്രദ്ധിക്കുക, ഹെൽത്ത് ഓക്കെ ആക്കുക, ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട, ഫുൾ ടൈം സന്തോഷം, പോസിറ്റീവ് തോട്ട്സ് ഓൺലി. ഓക്കെ, ഇനി ക്ലാസ്സിൽ നെഗറ്റീവ് ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ മാം. സങ്കടങ്ങളും നമുക്കൊന്നും വേണ്ട. ഓക്കെ, വളരെ സന്തോഷം മാത്രം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ എല്ലാവരും? തമ്പ് മാത്രമേ ഉള്ളൂ, എനിക്ക് തമ്പല്ല വേണ്ടേ, ഞാൻ റിപ്ലൈ കാണാം. ഹാപ്പിയാണ് മാഡം, ഹാപ്പിയാണ്. ഓക്കെ, യാ. സോ പോയി എല്ലാവരും ഫുഡ് കഴിക്കും. നോമ്പ് ആരും കഴിക്കണ്ട, ബാക്കി എല്ലാവർക്കും പോയി ഫുഡ് കഴിക്കട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ആർട്ടിക്കിൾ ചാപ്റ്റർ നോക്കണം, മറക്കരുത്. ഓക്കെ, ഓക്കെ മാം. സൈൻ ഔട്ട് ഉണ്ടോ? എന്തെങ്കിലും പറയൂ. ഇല്ല ഇല്ല ഇല്ല. ഓ മൈൻഡ് പോയിട്ടെ. ഓക്കെ, താങ്ക് യു. Yeah, thank you all. Thank you, ma'am. താങ്ക് യു താങ്ക് യു മാം.